2ാം ക്ലാസ്സിലെ അഖീദയിലെ 3ാമത്തെ പാഠം. പാഠം 3, നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ 2 പാഠങ്ങളിൽ അല്ലാഹു തആലയെ കുറിച്ചാണ് നാം പഠിച്ചത്. ഇനി നമുക്ക് നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കാം. പാഠം നോക്കാം. നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാകുന്നു. നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാകുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് മക്കയിലാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മക്കയിലാണ്. നബി ജനിച്ച സ്ഥലമാണ് മക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ അബ്ദുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ അബ്ദുള്ള. നബി തങ്ങളുടെ ഉപ്പ നബി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ ആമിന ബീവി. നബി തങ്ങളുടെ ഉപ്പ അബ്ദുള്ള, ഉമ്മ ആമിന ബീവി. ഉപ്പ അബ്ദുള്ള, ഉമ്മ ആമിന ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സായപ്പോൾ നുബുവത്ത് ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സായപ്പോൾ നുബുവത്ത് ലഭിച്ചു, അതായത് നബിയായി. 40 വയസ്സായപ്പോൾ നബിയായി, നുബുവത്ത് ലഭിച്ചു. 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. നബി തങ്ങൾക്ക് 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന്, നബി തങ്ങൾ ജനിച്ച നാടാണ് മക്ക, മക്കയിൽ നിന്ന് 53 വയസ്സ് വരെ മക്കയിൽ ജീവിച്ചു. അതിനുശേഷം മദീനയിലേക്ക് ഹിജ്റ പോയി. 63 വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി. നബി തങ്ങൾക്ക് 63 വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി. 53 വയസ്സിലാണ് മദീനയിലേക്ക് പോയത്. 63 വയസ്സായപ്പോൾ മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. നിറം കൊടുക്കാം. മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വായിക്കേണ്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നിറം കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം വൃത്തിയായി കൊടുക്കാം. അബ്ദുള്ള. അബ്ദുള്ള എന്നത് നബിയുടെ ഉപ്പയുടെ പേരാണ്. ഉപ്പയുടെ പേരിന് നിറം കൊടുക്കാം. ആമിന ബീവി. ആമിന ബീവി നബിയുടെ ഉമ്മയുടെ പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പേരാണ് ആമിന ബീവി. അതിന് നിറം കൊടുക്കാം. മക്ക. മക്ക നബി തങ്ങൾ ജനിച്ച നാടാണ്. മദീന. മദീന നബി തങ്ങൾ ഹിജ്റ പോയ നാടാണ് മദീന. വഫാത്തായതും മദീനയിലാണ്. ഇതിന് നിറം കൊടുക്കാം. ഭംഗിയായി നിറം കൊടുക്കാം. തദ്രീബാത്ത്, പഠന പ്രവർത്തനങ്ങൾ. 1, യോജിച്ചതിനോട് ചേർക്കാം. 40 വയസ്സായപ്പോൾ നുബുവത്ത് കിട്ടി. 40 വയസ്സായപ്പോൾ നുബുവത്ത് കിട്ടി. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ. ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ. അബ്ദുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ. അബ്ദുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ. അടുത്തത്
ആസ്വദിക്കാം. നമ്മുടെ നബിയവർ ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. നബിയുടെ ഉപ്പ അബ്ദുള്ള, ആമീന ബീവി പൊന്നുമ്മ. 40 വയസ്സിൽ നബിയായി, മാനവർക്കാകെ ഗുണമായി. നമ്മുടെ നബിയവർ ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. നബിയുടെ ഉപ്പ അബ്ദുള്ള, ആമീന ബീവി പൊന്നുമ്മ. 40 വയസ്സിൽ നബിയായി, മാനവർക്കാകെ ഗുണമായി. ഇവിടെ ഒരു QR കോഡ് തന്നിട്ടുണ്ട്. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാട്ടിനെ നന്നായി രീതിയിൽ കേൾക്കാം. ഉത്തരം എഴുതാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയത് എങ്ങോട്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയത് എങ്ങോട്ട്? അതിൻ്റെ ഉത്തരം മദീനയിലേക്ക്. നബി ജനിച്ച നാട് മക്ക, ഹിജ്റ പോയത് മദീനയിലേക്ക്. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് എവിടെ? അതിൻ്റെ ഉത്തരം മദീനയിൽ. മദീനയിലേക്ക് ഹിജ്റ പോയി, മദീനയിൽ തന്നെ വഫാത്തായി. അതിൻ്റെ ഉത്തരം മദീനയിൽ. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ ആര്? അതിൻ്റെ ഉത്തരം അബ്ദുള്ള, ആമിന ബീവി. അതിൻ്റെ ഉത്തരം അബ്ദുള്ള, ആമിന ബീവി. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 2ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.